പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗത്തിലെ അപ്പ ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ ഏപ്രിൽ മാസം 2-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ലഭിച്ച ഈ നല്ല സമയം കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചത്, പോറ്റി പുലർത്തിയത് അത്ഭുതകരമായിട്ട്. കരമുയർത്തി കർത്താവിനോട് പറയാം, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന് കരമുയർത്തി നമുക്ക് ഒന്നുകൂടെ സ്തോത്രം പറയാം. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ പിതാവിന് കരമുയർത്തി പിടിച്ചുകൊണ്ട് പറയാം, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം ആമേൻ, ഈ പകൽക്കാലവും അത്ഭുതകരമായി കർത്താവ് നമ്മളെ നടത്തുന്ന കൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. യഹോവ ജൈറയായി നമ്മുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. യഹോവ നിസിയായി നമ്മുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. യഹോവ എൽഷദായിയായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവസ്നേഹത്തിന് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും കർത്താവിന് നമുക്ക് നന്ദി പറയാം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ 86-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ 10-ാമത്തെ വാക്യം പറയുന്നത്, കർത്താവ് വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ. കർത്താവ് മാത്രം ദൈവമാകുന്നു. കർത്താവ് ആരാകുന്നു? വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനും. ഇന്ന് പ്രവാചകൻ ഉയർത്തി പറഞ്ഞ്, എൻ്റെ കർത്താവ് വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമാണ്. അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പാ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും അപ്പ കേൾക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പയോട് സ്തോത്രം പറയുന്നു. ഇവരെ അനുഗ്രഹിക്കണം. ഇവരുടെ സകല ആവശ്യങ്ങളിലും അപ്പൻ്റെ പ്രത്യേക ഗ്രേസ് കൂടെ ഇരിക്കണം. കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങൾ ബലഹീനരായിരിക്കുന്ന വിഷയങ്ങളിൽ അങ്ങയുടെ അസാധാരണമായ ഗ്രേസ് ഓവർഫ്ലോ ചെയ്യട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾ ബലഹീനരായിരിക്കുന്നവർ ഇപ്പോൾ ഏത് വിഷയത്തിൽ ബലഹീനരായിരിക്കുന്നു അതിൽ അവർ ശക്തി പ്രാപിക്കട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ അഡിക്ഷനുകളും വിട്ടുമാറട്ടെ. ആമേൻ. എല്ലാ മനോദൗർബല്യങ്ങളും വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ ആമേൻ മനസ്സ് ശക്തിയുള്ള മനസ്സായി മാറട്ടെ. എന്തെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് ഭയപ്പെട്ടു പോകുന്നു, എന്തെങ്കിലും കേൾക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ അടിച്ചു പോകുന്നു, ആ മനോദൗർബല്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ വിട്ടുമാറട്ടെ. ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കട്ടെ. ഇവർ കർത്താവെ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരായി തീരട്ടെ. ഫെയ്ത്ത് ഉറച്ചു നിൽക്കുവാൻ കർത്താവ് സഹായിക്കണം. വിശ്വാസത്തിൽ നിന്ന് വഴുതി വീഴാതെ, ഓടിപ്പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാക്കി കർത്താവ് ഇവരെ മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ആമേൻ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം, ആമേൻ, മുഖാന്തരം ബുദ്ധിമുട്ടുന്നവർ, ബാലൻസ് പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ സൗഖ്യമാകട്ടെ. എഴുന്നേൽക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുന്നു, ആമേൻ, കിടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുന്നു, നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുന്നു, വൊമിറ്റിംഗ് ഉണ്ടാകുന്നു. അതിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യം നടക്കട്ടെ. താങ്ക് യു ജീസസ്. ആമേൻ. കണ്ടമാനം മുടി പൊഴിഞ്ഞു പോകുന്നു, അതിനെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതത്തിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മുടി കൊഴിച്ചിൽ അവരെ വിട്ടുമാറട്ടെ. അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസന്മാരെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. കർത്താവരെ അസാധാരണമായി ഉപയോഗിക്കുന്നതിന് സ്തോത്രം. അവർക്ക് ആവശ്യമായ കൃപകൾ കൊടുത്തവരെ അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. ഈ മനോഹരമായ
ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ കർത്താവെ അങ്ങയുടെ അഭിഷക്തന്മാരെ അങ്ങ് ഉപയോഗിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ സ്പെഷ്യൽ മീറ്റിംഗ്സിൻ്റെ കർത്താവെ ഇന്ന് ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. അസാധാരണമായ ആത്മീക അനുഭവങ്ങൾ, അസാധാരണമായ കൃപകൾ, അസാധാരണമായ നിറവ് ഈ വൈകിട്ടത്തെ മീറ്റിങ്ങിൽ നടക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓർപ്പിക്കാനുള്ളത്. ഇന്ന് കർത്താവ് അനുവദിച്ചാൽ രാത്രി ഇന്ത്യൻ സമയം ആമേൻ 9 മണിയോടുകൂടെ നമ്മുടെ ഈ ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കും. നിങ്ങൾ നിശ്ചയമായിട്ടും എല്ലാവരും തന്നെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. നേരിൽ വരുവാൻ കഴിയുന്നവർ ചർച്ച് ഹാളിൽ വന്ന് പങ്കെടുക്കുക. അല്ല എങ്കിൽ ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ നിശ്ചയമായിട്ടും ഇന്നത്തെ മീറ്റിംഗ് മിസ് ചെയ്യരുത്. സ്പെഷ്യൽ ഹീലിംഗ് സർവീസാണ്. രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും പങ്കെടുക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മളൊരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. സുവാർത്ത ചർച്ച് ചാനലാണത്. നിങ്ങളത് ഫോളോ ചെയ്യുക. കാരണം മുൻപോട്ട് പോകുമ്പോൾ നമ്മളിനി മോർണിംഗ് മെസ്സേജുകളും ലിങ്കുകളും എല്ലാം ആ ചാനലിനകത്തായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പുകളിൽ നിന്ന് നമ്മൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അങ്ങ് മാറും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സുകളും അതിനകത്ത് കിട്ടും. അതുകൊണ്ട് ദയവായിട്ട് വാട്സപ്പിനകത്ത് സുവാർത്ത ചർച്ച് ചാനലിനകത്ത് നിങ്ങൾ അത് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ 2025 ഈ ഏപ്രിൽ മാസം 2-ാം തീയതി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് ദൈവമക്കളോട്, ദൈവസഭയോട് ലേഖനം എഴുതുമ്പോൾ താൻ കിടക്കുന്ന കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട് ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, ആമേൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. താൻ കിടക്കുന്നത് കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലുള്ള കാരാഗ്രഹം പോലല്ല. ആമേൻ. ചരിത്രം പറയുന്ന 6 അടി 6x6 അടി വലിപ്പം മാത്രമുള്ളതും 30 അടിയോളം താഴ്ചയിലാണ് ഈ കാരാഗ്രഹം ഇരിക്കുന്നത്. ഇതിനകത്തിരുന്നു കൊണ്ട് തൻ്റെ ഭക്ഷണം കഴിക്കണം. തൻ്റെ പ്രാഥമികമായ സകല ആവശ്യങ്ങളും ആമേൻ നിറവേറ്റേണ്ടത് ഈ ഒരു ചെറിയ 6x6 അടി മാത്രം വലിപ്പമുള്ള മുറിക്കകത്തിരുന്നു കൊണ്ടാണ്. തൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത്, ആഹാരം കഴിക്കേണ്ടതും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കേണ്ടതും അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ ലേഖനങ്ങൾ എഴുതുന്നത്. ആ ലേഖനം അവിടെ ഇരുന്നു കൊണ്ട് എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. അപ്പം നമ്മുടെ സന്തോഷം വരുന്നത് പുറമേ എന്തെങ്കിലും കാണുന്നത് കൊണ്ടോ, പുറമേ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നത് കൊണ്ടോ, പുറമേ നമുക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ആമേൻ ഈ ലോകത്തിലെ നന്മകൾ കൊണ്ടല്ല. ക്രിസ്തു നമ്മുടെ അകത്തുള്ള അതാണ് നമ്മുടെ സന്തോഷം. അതുകൊണ്ടല്ലേ ഈ ചെറിയ കാരാഗ്രഹത്തിനകത്ത് ഇടുങ്ങിയ മുറിക്കകത്ത് കിടന്നുകൊണ്ട് അപ്പോസ്തലന് പറയാൻ കഴിയുന്നത്, ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഇന്ന് ദൈവമക്കളോടും ദൈവസഭയോടും പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കാനുള്ളത്, ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ മാസമായി തീരട്ടെ. ആമേൻ. ഡിവൈൻ ആമേൻ ജോയ് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ജോയ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു മാസമായി തീരട്ടെ. നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ദൈവിക സന്തോഷം. അപ്പം ലോകത്തിൽ പലതരത്തിൽ സന്തോഷമുണ്ട്. എക്സാം പാസ്സാകുമ്പോൾ നമ്മൾ സന്തോഷിക്കും, ഇൻ്റർവ്യൂ പാസ്സാകുമ്പോൾ നമ്മൾ സന്തോഷിക്കും, നമുക്ക് നല്ല വീട് ഹൗസ് വാമിങ് നടത്തുമ്പോൾ നമ്മൾ സന്തോഷിക്കും, പുതിയ വണ്ടിയുടെ കീ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ സന്തോഷിക്കും. പക്ഷേ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അപ്പോസ്തലൻ പറയുക, ആമേൻ, കർത്താവിൽ സന്തോഷിക്കുക. ആമേൻ, ക്രിസ്തുവിൽ ഞാൻ ആയതുകൊണ്ട് ഞാൻ സന്തോഷിക്കും. ആ പറഞ്ഞു തീരാത്ത ആമേൻ ദൈവിക പ്രത്യാശയുടെ സന്തോഷം കൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളും നിറയട്ടെ. എല്ലാ അസമാധാനങ്ങളും എല്ലാവരുടെ ഉള്ളത്തിൽ നിന്നും മാറിപ്പോകട്ടെ. എല്ലാ നിരാശകളും എല്ലാവരുടെ ഉള്ളത്തിൽ നിന്നും മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരുടെ അകത്ത് ഭയങ്കര സന്തോഷം ഉണ്ടാകട്ടെ എന്ന് ഞാനിവരെ ബ്ലസ് ചെയ്യുന്നു. ഈ മാസം മുഴുവനും ദൈവിക സന്തോഷത്തിൽ ആമേൻ ആമേൻ ജീവിപ്പാൻ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ഇടവരുത്തിയിരിക്കുന്നതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ
ആമേൻ ആമേൻ. നമുക്ക് വേണമെങ്കിൽ ഈ മാസത്തിനൊരു പേര് കൊടുക്കാം, സൂപ്പർ നാച്ചുറൽ ജോയ്, അല്ലെങ്കിൽ ഡിവൈൻ ജോയ്. ആമേൻ, മാനുഷിക ബുദ്ധിക്ക് അതീതമായ ദൈവിക സന്തോഷമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽ തരി പോലെ വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു. ആരംഭത്തിൽ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. നമ്മുടെ ചാനലിൻ്റെ കാര്യമുണ്ട്, 2 നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ കാര്യം. ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.